ഇവിടെ നിന്ന് പോകുന്നവർ ഇവരെല്ലാം എന്ത് ചെയ്തു കൂട്ടുന്നുവോ ഇതെല്ലാം ആകത്തുകയിൽ കണക്ക് കൂട്ടിയാൽ ഹബീബിന്റെ ഹദീസിന്റെ പുലർച്ചയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ ഹബീബ് സംസാരിക്കുകയില്ല. യൂഷികു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് അറബ് രാജ്യങ്ങളല്ലെന്നറിയണം. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് വെറും യൂറോപ്പുകാരും അമേരിക്കക്കാരും മാത്രമല്ല. അതിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇറാഖിനെതിരെ ഉപരോധം നടത്തിയപ്പോൾ ഹബീബിന്റെ വാക്കാണ്, സ്വഹാബത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് നമ്മുടെ മുമ്പിൽ പുലർന്നിരിക്കുന്നത്. നമ്മൾ അറിയണം, ഇത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ പുലർച്ചയാണ്. എന്നാൽ സിറിയയെ സംബന്ധിച്ച് യൂഷികു സിറിയയെ സംബന്ധിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു യൂഷികു അഹ്ലുശ് ശാം അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുജി. നമ്മൾ അറിയണം, ഇനി നടക്കാൻ പോകുന്ന സംഗതിയാണത്, ഇനി കാണാൻ പോകുന്നതാണത്. സിറിയക്കെതിരെ ഉപരോധം വരും. ആ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഭാഗികമായി ഇന്നുണ്ട്. എന്നാൽ പരിപൂർണമായി ജോർഡാനും ലബനാനും സിറിയയും ഫലസ്തീനും അടങ്ങുന്ന 4 രാജ്യങ്ങളെ പൂട്ടിക്കെട്ടുന്ന രീതിയിൽ യൂഷിക്കു. മുമ്പ് ഉപരോധമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലും. അതിന്റെ മുമ്പും രാജ്യങ്ങളെ ഭരണാധികാരികൾ, രാജാക്കന്മാർ നഗരങ്ങളെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യത്തിൽ നഗരത്തിന്റെ കോട്ടകളെ വളഞ്ഞുകൊണ്ടായിരുന്നു. ഒരു ദിവസം, ഒരു മാസം, 2 മാസം, 3 മാസം, 1 കൊല്ലം ഇങ്ങനെയൊക്കെ ആ കോട്ടക്കകത്തേക്ക് വരുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യുകയും പുറമേ നിന്ന് വരുന്ന ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും തടഞ്ഞു നിർത്തുകയും ചെയ്ത് കോട്ടക്കകത്തുള്ള ആളുകളെ ആ കീഴടക്കാൻ വന്ന രാജാവിന് കീഴടങ്ങാൻ വേണ്ടി അന്നപാനീയങ്ങൾ തടഞ്ഞു വെച്ചുള്ള ഒരു ഹിസ്വാർ, ബോയ്ക്കോട്ട്, ഒരു ഉപരോധമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അതുപോലെയുള്ള ഒരു ബഹിഷ്കരണമല്ല, ഒരു ഉപരോധത്തെ കുറിച്ചല്ല നബി തങ്ങൾ പറഞ്ഞത്. യൂഷിക്കു അങ്ങനെ ഒരു നഗരത്തിന്റെ വാതിൽക്കൽ ആരെങ്കിലും ചെന്നുകൊണ്ടല്ല. എന്നാൽ താത്വികമായി നോക്കിയാൽ അതുപോലെ ഉപരോധം തന്നെ. പ്രത്യക്ഷത്തിൽ ആരും ഒരു രാജ്യത്തേക്കുള്ള കവാടം അടച്ചു വെച്ചില്ല. എന്നാൽ ആ രാജ്യവുമായി ട്രേഡുകൾ പാടില്ലെന്നും കരാറുകൾ പാടില്ലെന്നും ആ രാജ്യത്തിന്റെ ഒരു വിഭവവും ഒരാളും വാങ്ങിക്കാൻ പാടില്ലെന്നും ആ രാജ്യത്തിന് ഒരാളും ഒന്നും വിൽക്കാൻ പാടില്ലെന്നും പറയുന്ന ആധുനിക ഉപരോധത്തെ പറയാൻ നിബിധങ്ങൾ യൂഷിക്കു അൻ ലാ യുജ്ബാ. ആ പ്രയോഗത്തിനകത്ത് ആഗോള സംവിധാനങ്ങളിൽ വരുന്ന ആധുനിക കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഉപരോധത്തിന്റെ ഒരു ചിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരായിരിക്കും ഫലസ്തീനിനെതിരെ, ആരായിരിക്കും ഇറാഖിനെതിരെ, ആരായിരിക്കും സിറിയക്കെതിരെ, ഇനി ജോർഡാനിനെതിരെ, ലബനോനിനെതിരെ ആരായിരിക്കും ഈ ഉപരോധം ഏർപ്പെടുത്തുക? മിൻ ഐന ദാലിക്, എവിടെ നിന്നാണ് അത് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഖിബലിർ റൂം. സിറിയക്കെതിരെ ഉണ്ടാകുന്ന, ഷാമിനെതിരെ ഉണ്ടാകുന്ന ഉപരോധം യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും. അതിൽ യൂറോപ്പിലും അമേരിക്കക്കാരുമല്ലാത്ത രാജ്യങ്ങളില്ല. അതിൽ ചൈനയുണ്ടാവില്ല, റഷ്യയുണ്ടാവില്ല, ഇന്ത്യയുണ്ടാവില്ല, ജപ്പാൻ ഉണ്ടാവില്ല, ഈസ്റ്റേൺ രാജ്യങ്ങളൊന്നുമില്ല, അറബ് രാജ്യങ്ങളുമില്ല. അത് പ്യൂർ യൂറോപ്യരും അമേരിക്കക്കാരും മാത്രം നടത്തുന്ന ഉപരോധമാണ് സിറിയക്കെതിരെ ഇനി നടക്കാൻ പോകുന്നത്. അതിന്റെ ആരംഭമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തീവ്രവാദ ഭ്രാന്തന്മാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കശാപ്പുകൾ. അതിന്റെ പേരിലാണ് ഒരു രാജ്യത്തെ മുഴുവനും നടക്കുന്ന കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് നിരപരാധികളായ പിഞ്ചു മക്കൾക്കെതിരെ ബോംബെറിയപ്പെടുന്നത്. അതിന്റെ പേരിലാണ് നിരപരാധികളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് നിരാലംബരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ഹർമജദൂൻ എന്ന് പറയുന്ന വളരെ അതിമഹത്തായ നബിയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത്
ബൈബിൾ പുസ്തകത്തിൽ പറഞ്ഞത്, ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞത്. റൊണാൾഡ് റീഗനെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അവര് പോലും ഈ ജനറേഷനാണ് ഹർമജദൂൻ യുദ്ധത്തിന് സാക്ഷികളാകാൻ പോകുന്നത് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നബി തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഔഫ് ഇബ്നു മാലിക് അടക്കമുള്ള സ്വഹാബിമാർക്ക് അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഹയിന്റെ വെളിച്ചം വരികയാണ്. ഈ വഹയാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞുപോയത്. നബി തങ്ങൾക്ക് പാൽ കൊടുത്ത് വളർത്തിയ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഹലീമ സഅദിയെ പോലെ തന്നെ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ ബീവി നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. 80 വയസ്സുണ്ടായിരുന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മോനെ 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 സംരക്ഷണത്തിന് ഈ ഉമ്മ കൂടെ വരാം എന്ന് 80 കഴിഞ്ഞ ഉമ്മ ഹബീബ് പോകുന്ന യുദ്ധങ്ങളിൽ ഹബീബിനെ പരിപാലിക്കാൻ പോകുമായിരുന്നു. ആ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ വഫാത്താവുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഇബ്നുൽ ഖത്താബ്, ഉമറേ ഉമറേ നമുക്കൊന്ന് പോയി നോക്കാം, ഹയ്യാ ബിനാ നസൂറു ഉമ്മ ഐമൻ, നമുക്ക് ഉമ്മു ഐമൻ ബീവിയെ പോയി എന്ന് സന്ദർശിക്കാം. കമാ കാന റസൂലുള്ളാഹി യസൂറുഹാ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ചെന്ന് കാണുമായിരുന്നല്ലോ, ഇടക്കിടക്ക് അവരെ ചെന്ന് സന്ദർശിക്കുമായിരുന്നല്ലോ, നമുക്കും അവരെ ചെന്നൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ രണ്ടുപേരും പോകുന്നു. പരിശുദ്ധ ഹദീസിൽ കാണാം, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ ബീവി കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. അപ്പോഴാണ് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, ഉമ്മാ, നബി തങ്ങൾ അങ്ങനെയായിരുന്നു ഉമ്മ ഐമൻ ബീവിയെ വിളിച്ചത്, ഉമ്മ എന്ന് വിളിക്കുമായിരുന്നു. ഉമ്മ, അല്ലാഹു അവന്റെ ഹബീബിന് കൊടുക്കുന്നതല്ലയോ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം നബി തങ്ങൾ ജീവിച്ചിരുന്നാൽ നമ്മൾ നബിക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈർ അല്ലാഹു കൊടുക്കുന്നതല്ലയോ ഉമ്മ? അതേ മക്കളെ, എനിക്കറിയാം അല്ലാഹു അവന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഹബീബ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഖൈർ, ഹബീബിന് ഖൈർ അല്ലാഹുവിന്റെ അരികത്തേക്ക് പോകൽ തന്നെയാണ്. എന്നാലും മക്കളെ, ഈ ഉമ്മയുടെ കണ്ണുനീർ അടങ്ങാതിരിക്കുന്നത്, ഈ ഉമ്മ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലാകിന്നഹു ഇൻഖതഅൽ വഹി, പക്ഷേ ആകാശ ലോകത്ത് നിന്ന് വരുന്ന വഹി മുറിഞ്ഞു പോയല്ലോ, വഹി നിന്ന് പോയല്ലോ. ഓരോരോ സംഭവങ്ങൾ ഓരോരോ നേരത്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്ന ആ സംഭവം നിന്നുപോയില്ലേ? ഇന്ന് വഹിയില്ലല്ലോ. ആരാണ് നമുക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്? ആരാണ് ഈ ഉമ്മച്ചിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാനുള്ളത്? ആർക്കാണ് ആകാശ ലോകത്തെ വിവരങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? വഹി പോയില്ലേ? ഹബീബിന്റെ പോക്കോടുകൂടെ, ഹബീബിന്റെ വഫാത്തോടുകൂടെ വഹി നിലച്ചു പോയില്ലേ? അതുകൊണ്ടാണ് ഈ ഉമ്മ കരയുന്നതെന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. മുത്തനബി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്തിന് നല്ല അവബോധം നൽകുമായിരുന്നു. ആ അവബോധമാണ് ലോക പണ്ഡിതന്മാർ ഓരോരോ സമുദായത്തിനും അതത് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔഫ് ഇബ്നു മാലിക് അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത്. ഖിയാമത്ത് നാളെ നടക്കാൻ പോകുന്നുണ്ട്, വിചാരണ നടക്കാൻ പോകുന്നുണ്ട്. കാലങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും ആ ലോകാവസാനം വരെ ഖബറിൽ കിടക്കുക തന്നെ വേണം. ആ ലോകാവസാനം നടന്നതിന് ശേഷമാണ്, രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് പുനർജന്മവും വിചാരണയും നടക്കുക. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്ത് 1000-ലേറെ വർഷം ജീവിച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം ഖബറിൽ കിടക്കുകയാണ്. 200 വർഷത്തോളം ജീവിച്ച സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ കിടക്കുകയാണ്.
100 വർഷത്തിലേറെ ജീവിച്ച ദാവൂദ് നബി അലൈഹിസ്സലാം ഖബറിൽ കിടക്കുകയാണ്. പ്രവാചകന്മാർ ഓരോരുത്തരും അവരുടെ അനുയായികളും ലോകാവസാനം വരെ വന്നു പോകുന്ന സർവ്വ മനുഷ്യർക്കും ഖബർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. മറവ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഖബർ ജീവിതമുണ്ട്. കത്തിക്കരിഞ്ഞ് ഭസ്മമായി പൊടിയായി പോയാലും അവർക്കും ഖബറുണ്ട്. അല്ലാഹു അവർക്ക് ഖബർ ജീവിതം നൽകുന്നുണ്ട്. എല്ലാവരും ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കണം. ലോകാവസാനം നടക്കണം. അത് നടന്നു കഴിഞ്ഞാലാണ് വിചാരണ ആരംഭിക്കുക. അവിടെ മുതലാണ് അനന്തമായ ഒരു ലോകത്തിന്റെ തുടക്കം. അത് സുഖമാണെങ്കിൽ സുഖം, അത് ദുഃഖമാണെങ്കിൽ ദുഃഖം. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന വാദിൽ അഫ്യഹിൽ ചെന്ന് റബ്ബിനെ നോക്കി കാണുന്നവർ അക്കൂട്ടത്തിലുണ്ട്. നരകത്തിൽ സഖൂം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നവർ അവരിലുണ്ട്. അല്ലാഹു സജ്ജനങ്ങളോടുകൂടെ നമുക്ക് സ്വർഗ്ഗപ്രവേശം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കൃത്യമായി പറഞ്ഞു തരും 6 കാര്യങ്ങൾ സംഭവിക്കും. ഔഫ് ഇബ്നു മാലികേ, നിങ്ങൾ നോക്കിക്കോ. ഇന്ന ബൈന യദഇദദ സിത്തൻ ബൈന യദൈ സാഅ. അന്ത്യനാളിന്റെ മുമ്പ് 6 വിഷയങ്ങൾ സംഭവിക്കാനുണ്ട്. ഒന്ന് മൗതി, എന്റെ മരണമാണ്. എന്റെ മരണം നടന്നതിന്റെ ശേഷമേ ലോകാവസാനം സംഭവിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ, ചെറിയ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ് മുസ്തഫായ നബി തങ്ങളുടെ വിയോഗം. ثم فتح بيت المقدس, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം. ഇത് ഖിയാമത്തിന്റെ മുമ്പ് 6 നടക്കുന്നതിൽ രണ്ടാമത്തേത് അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് 4 വർഷത്തിനകം ഹിജ്റ 13-ാം കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന് മോചനമുണ്ടായി. ആ ഫത്ഹ് വല്ലാത്തൊരു ഫത്ഹായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി സ്വർഗീയമായ സുഖങ്ങൾ ലഭിക്കും, സ്വർഗത്തിലാണ് എന്ന് നിബിതങ്ങൾ സന്തോഷവാർത്ത നൽകിയിരുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة. അതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരെ ഒരൊറ്റ ഇരുത്തത്തിൽ ഒരു മജ്‌ലിസിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞ 10 പേർ. അതിൽപ്പെട്ട മഹാനാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കീഴിൽ ഒരു സൈന്യം ചെന്ന് മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റും 1 മാസത്തോളം ഉപരോധം തീർത്തപ്പോഴാണ് ജെറൂസലേമുകാർ, ഈലിയ നാട്ടുകാർ, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ആ പ്രദേശത്തെ ഖുദ്സിന്റെ ആളുകൾ, ജെറൂസലേമിന്റെ ആളുകൾ, ഖുദ്സ് എന്ന അറബിയിൽ പറയുന്നതാണ്, ഇംഗ്ലീഷിൽ ജെറൂസലേം എന്ന് പറയുന്നത്. അതിന് നബിയുടെ കാലത്തുള്ള പേര് ഈലിയ എന്നായിരുന്നു. അൽ ബൈത്തുൽ മുഖദ്ദസ്, പരിശുദ്ധമായ വീട് എന്നാണ് നബി തങ്ങൾ പറയാ. ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, രണ്ടും ശരിയാണ്. ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, മഖ്ദിസ് ഈലിയയാണ്, ജെറൂസലേമാണ്. ജെറൂസലേമിലെ നമ്മുടെ ആദ്യത്തെ ഖിബലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സാ, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഇസ്രാ കൊണ്ടുപോയ പള്ളിയാണത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ 6 ചെറിയ അടയാളങ്ങളിൽ ഒന്നാണെന്ന് ഔഫ് ഇബ്നു മാലിക്, മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ആ ഹദീസാണ് ഇമാം ബുഖാരി ഇവിടെ ഉദ്ധരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ജെറൂസലേമിന്റെ ക്രിസ്തീയ ഭരണാധികാരികൾ, അവിടുത്തെ പാട്രിയാർക്കീസ് കത്തെഴുതുകയാണ്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, ഞങ്ങളുടെ നാട് 1 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങളുടെ അമീർ, മുസ്ലിമീങ്ങളുടെ ഖലീഫ നേരിട്ട് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ മഹാന്റെ കയ്യിൽ ഈ താക്കോൽ ഏൽപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്.
ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, ചോരചിന്തലിന്റെ ആവശ്യമില്ല, രക്തക്കളം ഇവിടെ വേണ്ട. സമാധാനപരമായി ഞങ്ങൾ ഈ പള്ളിയുടെ താക്കോൽ ഇസ്ലാമിന്റെ ഖലീഫക്ക് കൈമാറും, നിങ്ങളാർക്കുമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിന്ന് ജെറൂസലേമിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. മഹാനവറുകൾക്ക് അവിടെ നിന്ന് കാർ പിടിക്കാൻ പറ്റില്ല, ബസ്സില്ല, ട്രെയിനില്ലല്ലോ. ആ കാലഘട്ടം മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് നടന്നു പോകണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ ആ കൊച്ചു വേഗതയിൽ ഒട്ടകപ്പുറത്ത് തന്റെ പരിചാരകന്റെ കൂടെ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ജെറൂസലേമിന്റെ ഭരണം, ബൈത്തുൽ മഖ്ദസിന്റെ ഭരണം അല്ലാഹു നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സമാധാനത്തോടെ അതിന്റെ താക്കോല് വാങ്ങിക്കാൻ ഖലീഫക്ക് എന്താണ് വിരോധം? ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജെറൂസലേമിലേക്ക് അന്ന് വന്നത്. ചരിത്രം നിങ്ങൾ കേട്ടതായിരിക്കും. അന്ന് മഹാനവറുകൾ ജെറൂസലേമിലെ ജബൽ സൈത്തൂൻ എന്ന് പറയുന്ന മലയാണ്. ആ മലയുടെ ഇപ്പുറത്തൊരു മലയുണ്ട്, ജബൽ മുക്കബ്ബിർ. അവിടെയാണ് മസ്ജിദ് ഉമർ ഉള്ളത്, അവിടെയാണ് ഈസാ നബി ജനിച്ച പള്ളിയുള്ളത്. മസ്ജിദുൽ വിലാദ എന്ന് പറയുന്ന നാറ്റിവിറ്റി ചർച്ച്, കനീസത്തുൽ വിലാദ, നാറ്റിവിറ്റി ചർച്ച് എന്ന ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ഒരു ചർച്ചിനകത്താണ്. ആ ചർച്ചും അതിന്റെ ഒരു ഏതാനും മീറ്ററുകൾക്ക് ഇപ്പുറത്തേക്ക് മഹാനായ ഉമർ എന്നവർ നിസ്കരിച്ച പള്ളിയുണ്ട്. അവിടെ മസ്ജിദ് ഉമർ. ആ കുന്നിൻ മുകളിൽ നിന്നാൽ ഒരു താഴ്വരയാണ്, കഴിഞ്ഞാൽ അപ്പുറത്ത് കുന്ന് കാണാം. അതാണ് ജബൽ സൈത്തൂൻ, അതാണ് ഒലിവ് മല. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അതിന്റെ മീതെ നിന്നാണ്, അതിന്റെ അരികത്ത് നിന്നാണ് ഈസാ നബിയെ അല്ലാഹു ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയത്. അവിടെ മഹാന്മാരായ സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത്. അവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത്. വളരെ മനോഹരമായ ശ്രേഷ്ഠമായ അൽ ബൈത്തുൽ മുഖദ്ദസ്, അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ സുലൈമാൻ നബി നിർമ്മിച്ച പള്ളിയാണത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മലയിൽ വന്ന് നിന്ന് അപ്പുറത്തെ മലയിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്ജിദുൽ അഖ്സയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഹാൻ മദീനയിൽ നിന്ന് യാത്രയായി വന്ന് ആ കുന്നിൻ മുകളിൽ വന്നപ്പോൾ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പർവ്വതത്തെ ജബൽ മുഖബ്ബിർ എന്നറിയപ്പെടുന്നത്. ആ പർവ്വതത്തിൽ നോക്കിയാൽ മസ്ജിദുൽ അഖ്സയുടെ കുബ്ബ കാണാം, ഒരു ചാര നിറത്തിൽ. ഇപ്പുറത്ത് കാണാം സ്വർണ്ണ നിറമുള്ള ഒരു കുബ്ബ, അതാണ് ഖുബ്ബത്തുസ് സഖ്റ എന്ന് പറയുന്ന പള്ളി. ആ പള്ളിയുടെ ഉള്ളിലാണ് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയ പാറയുള്ളത്. അതൊക്കെ ഇന്നും സന്ദർശകർക്ക് ചെന്ന് കാണാൻ കഴിയും. മഹാനായ ഉമർ എന്നവർക്ക് താഴെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. ഇന്ന് ആ അരുവി ഞങ്ങൾ ചെന്ന് കണ്ടിട്ടില്ല. മുമ്പുണ്ടായിരുന്ന അത്ര അവിടെ അരുവിയുണ്ട്. ആ വെള്ളത്തിലൂടെ ചവിട്ടി വേണം ഉമർ എന്നവർക്ക് ആ അപ്പുറത്തെ കുന്നിലേക്ക് പോകാൻ, ജബൽ സൈത്തൂനിലേക്ക്, ഒലീവ് മലയിലേക്ക്, ഒലീവ് പർവ്വതത്തിലേക്ക് ചെല്ലാൻ. അന്നേരം കാലിൽ ചെളിയുണ്ട്. ആളുകൾ, സ്വഹാബിമാർ, അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ആരൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയുമോ? ക്രിസ്തീയ ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മസ്ജിദുൽ അഖ്സയുടെ ഭരണം കൈയാളുന്ന ആളുകൾ. അവർ പറയുന്നു,